അച്ചു ഞാൻ ഇറങ്ങിട്ടാ. ദേ പറഞ്ഞു വെയിറ്റ് ചെയ്ത് പറഞ്ഞു. ആ അമ്മ ഞാൻ ഇറങ്ങുവാണേ. ഞാൻ പാലൊക്കെ കുടിച്ചു. ക്രിക്കറ്റ് കളിക്കാൻ. ഈ വെയിലത്തോ കറുത്ത് പോകും കൂടെ വന്നേ. അമ്മക്കെന്ത് വട്ടല്ല, ഈ വെയിലത്ത് ഞാൻ പോയി ക്രിക്കറ്റ് കളിക്കോ? പിന്നെന്ത് ചെയ്യാൻ പോണു? ഞാൻ നമ്മുടെ ക്ലബിലെ കമ്പ്യൂട്ടറിൽ ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോണോ. എന്നാലും വേണ്ടില്ല, ഉച്ച കഴിഞ്ഞിട്ട് പോവാ. സെബിനൊക്കെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കണെന്ന്. നീ ഉച്ചക്ക് ചോറിന് നേരാകുമ്പോ വരുവോ? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഇവരെന്താ ചിരിക്കണം? സുഖതേട്ട, നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണതാ. എടി അവനോടൊക്കെ ഊണ് കഴിക്കാൻ വരാൻ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അവൻ ജീവിക്കണന്നെ തിന്നാൻ വേണ്ടിട്ടല്ലേ. ഊട്ടിക്കോ ഊട്ടിട്ട് ഇപ്പോഴേ പൂരത്തിന് എഴുന്നള്ളിക്കാൻ നിർത്തി ആനയുടെ പോലെ. സാരില്ല, നീ പോയി കളിച്ചിട്ട് വേടാ. ചെല്ല് സൂക്ഷിച്ചു പോണോട്ടാ. എപ്പോ നോക്കിയാലും ആ കൊച്ചിനെ ചീത്ത വിളിക്കാനേ നേരുള്ളൂ. നിങ്ങൾ എന്തിനാ അവനിങ്ങനെ വഴക്ക് പറയണേ? എന്താണെന്ന് എനിക്കറിയില്ലേ? അവന്റെ പ്രായത്തിലുള്ളവരൊക്കെ ഇങ്ങനെ കളിച്ചു നടക്കാടി. എന്തുകൊണ്ട് അവൻ കളിച്ചു നടക്കണം? നിങ്ങൾ അവനൊരു ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നുണ്ടോ? പ്രൈവറ്റ് ജോലിയോ? എന്താ പ്രൈവറ്റ് ജോലിക്ക് ഒരു കുഴപ്പം? എടി, ഒരു റിട്ടയർഡ് വില്ലേജ് ഓഫീസറാണ് ഞാൻ. എന്റെ മകൻ സർക്കാർ ജോലി ചെയ്യണം. അവന്റെ പ്രായത്തിലുള്ള കൂട്ടുകാരെയൊക്കെ ഒന്ന് നോക്ക്. ആ സുമേഷിനെ രതീഷിനെയൊക്കെ, അവരൊക്കെ ഓരോ പ്രൈവറ്റ് ജോലിയിലും കയറി ഓരോ കുടുംബമായവർക്കൊക്കെ. എന്റെ കൊച്ചു മാത്രം ഇങ്ങനെ കളിച്ചു നടക്കുക. എടി, അനക്കെന്താ വിവരല്ലേ? അവരൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ വഴിയില്ലാണ്ട് പല പ്രൈവറ്റ് ജോലിയും ചെയ്തു വെച്ചിട്ട് ഇവൻ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് സർക്കാർ ജോലി നേടണം. എന്താ അവനൊരു കുറവ്? സുഖമായിട്ട് അവൻ പരീക്ഷ എഴുതിയില്ലാന്ന് നിങ്ങൾ പറയരുത്. എത്ര പരീക്ഷ എഴുതി എന്റെ കൊച്ച്? എടി, ഈ പരീക്ഷ എഴുതാന്ന് പറഞ്ഞാൽ തിന്നിങ്ങനെ ഉറങ്ങിയിട്ട് പോയി പരീക്ഷ എഴുതിയാൽ ജയിക്കില്ല. പഠിച്ചു പരീക്ഷ എഴുതണം. അതെങ്ങനെ? തിന്നാൻ കാണിക്കണ സൂക്ഷ്കാന്തി പഠിക്കാൻ കാണിക്കണ്ടേ? സുഖമായിട്ട് നിങ്ങൾ എപ്പോഴും ഈ കൊച്ചിനെ തിരിയുടെ കാര്യം പറഞ്ഞിട്ട് വഴക്ക് പറയണ എന്തിനാ? ആകെ ഒരെണ്ണല്ലേ ഉള്ളൂ. പറഞ്ഞു എന്റെ കൊച്ചു ക്ഷീണിച്ചു. അവനാ ഇതൊന്ന് പൊയ്ക്കടി തള്ളയും കണക്കാ മകനും കണക്കാം. പട്ടാളത്തിൽ നീ മീൻ മറിച്ചിടേ പൊരിക്ക എന്തേലും ചെയ്തോ. ഞാനേ ഒന്ന് കോയയുടെ വീട്ടിൽ പോയിട്ട് വരാം. എന്തേ ഇപ്പൊ നിന്നെ കോയയുടെ വീട്ടിൽ പോണേ? ഒരു കാര്യണ്ട്. എന്തിന്? അതെന്തിനാ നീ അറിയണേ? വന്നിട്ട് പറയാ. ഇപ്പൊ പോണ്ട, മോനും പോയി നിങ്ങളും പോയി. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? എടി, നിനക്ക് മോൻ വരുമ്പോഴേക്കും വെച്ചോടിക്കണ്ടേ? വെച്ചൊരുക്കിക്കോ. അയ്യോ എന്റെ മീൻ. എന്താ സുഖ പത്രക്കായിട്ട് കാര്യണ്ടോ? കുത്തിരിക്ക. നമ്മൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ദുരഭിമാനികളാണ്. ആരാ എന്റെ ഭാര്യ പറഞ്ഞായിരിക്കൂലേ? അതെങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു? ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ ഒരു സാധനോ. പറഞ്ഞ ഉച്ചക്കുള്ള കഞ്ഞൂടി മുട്ടും. അത് തരാ. ഇതെന്തപ്പോ? ഞാൻ നമ്മുടെ മക്കളുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ? നീ ഈ പത്രം ഒന്ന് വായിച്ചു നോക്കാം. റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പീഡന കേസിൽ അറസ്റ്റിൽ. എന്തിനിപ്പോ ഇത് ഇന്നെ വായിപ്പിക്കണത്? ഇപ്പൊ ഏതാ വായിച്ചേ? അതിന്റെ അടിയിലത്തെ വായിക്കേ. പട്ടാളത്തിൽ ജോലി കിട്ടാൻ സഹായിക്കുന്നു. പട്ടാളത്തിൽ ജോലി കിട്ടാൻ ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിച്ച് സജ്ജരാക്കുന്നു. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതല്ല, ഇത് എന്തിനപ്പോ ഇന്നെ വായിപ്പി? ഇന്നെ പട്ടാളത്തിൽ ചേർക്കാൻ പോയി. എടാ, എന്റെ മകൻ മൊയ്തും എന്റെ മകൻ മന്മഥനും പട്ടാളക്കാരാവുന്നില്ല. എന്താ കുഴപ്പം? എന്താ ഈ പറയണ്? എന്റെ മോന് പട്ടാളത്തിലോ? എന്റെ സുഖത. ഇവിടെ അങ്ങനെ കമന്ന് കിടക്കണ ഒരു പ്ലാവലോ ഇങ്ങനെ മറിച്ചിടാൻ പറഞ്ഞ കൂട്ടാക്കൂല പോവാൻ. അവനെ പട്ടാളത്തിലേക്കോ? അടാ, അവര് പട്ടാളത്തിൽ പോയാലേ നേരാവുള്ളൂ. അതൊക്കെ ശരിയാ. നമ്മുടെ വീട്ടിലൊരു കേന്ദ്ര സർക്കാർ ജീവനക്കാരിരിക്കട്ടെ. അതൊക്കെ ശരി തന്നെ. എന്തിനാ വെറുതെ അവിറ്റാളെ അടങ്ങറാക്കണ വെച്ചിട്ടാ ഞാൻ ആരനെ പട്ടാളക്കാരനെ. എടോ, നമുക്കൊന്ന് ശ്രമിച്ചോക്കാ. അല്ല, ശ്രമിക്കണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അത് കായൊക്കെ കുറെ വരുമോ? അതിനിപ്പോ കാശിത്തിരി വന്നാന്താന്നേ. കായ ചെലവാക്കണോണ്ടല്ല, വെറുതെ ഇപ്പൊ ഈ മണ്ടല്ലാത്തത് എങ്ങനെ വളർത്തിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ടാണ്. എന്നപ്പോ ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. ഇനിയിപ്പോ നമ്മള് വയ്യത്താവണേറ്റ് മുമ്പ് ഈ ഹലാക്കുകളൊക്കെ എവിടെയെങ്കിലും ഒന്ന് ആക്കാൻ പറ്റിയ നല്ല തന്നെയാണ്.